റോഡ് സൈഡിലുള്ള എല്ലാ സംവിധാനം ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്തിട്ടുണ്ട്. ഷീറ്റ് അടിക്കുക അല്ലെങ്കിൽ ടാർപ്പ് അടിക്കുക, എന്താണ് ചെയ്യാം പറ്റും. ബാക്കി ബോഡിയെല്ലാം കമ്പനിയിൽ നിന്ന് ഇറങ്ങിയ പോലെ കുറച്ച് ഇതേ ഓടിച്ചുള്ളൂ. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു കൊമേഴ്ഷ്യൽ വണ്ടി ടാറ്റ ഇൻട്ര സെയിലിനുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം വെമ്പായ എന്ന സ്ഥലത്താണ്. ഷമീർ എന്ന ഒരാളുടെയാണ്. മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, 3 വണ്ടികൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയുടെ ഡീറ്റെയിൽസ് ഒന്ന് കാണാം. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി ഷമീർ ബ്രോ ഉണ്ട്. നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ട് കുഴപ്പമില്ല, പോയല്ലേ? 3 വണ്ടിയും പോയല്ലോ. ഇവിടെ ഒരു ബസ്സും അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ ഇൻട്രയാണ് കാണിക്കുന്നത്? ഇൻട്ര V20 എന്ന് പറയുന്ന വണ്ടിയാണ്. ഓക്കെ, അതിന് നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു നോക്കും. നമ്മുടെ സ്ഥലം ഇത് വെമ്പായം കന്യാകുളങ്ങരയാണ്. വെമ്പായം കന്യാകുളങ്ങര, തിരുവനന്തപുരം വെമ്പായം കന്യാകുളങ്ങര. അപ്പോൾ നമ്മുടെ വണ്ടി ഡീറ്റെയിൽസ് എങ്ങനെയാണ്? 2019 സെപ്റ്റംബർ വണ്ടിയാണ്. 19 ടാറ്റ ഇൻട്ര. കമ്പനിയിൽ നിന്ന് ഇറങ്ങിയ പോലെ കിടക്കുകയാണ്. 4 കരിമ്പുത്തൻ ടയർ. വണ്ടി നീറ്റ് കണ്ടീഷൻ. കിലോമീറ്റർ ഓണർഷിപ്പ് ഒക്കെ എത്രയായി? സിംഗിൾ ഓണറാണ്. സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. ടയർ കണ്ടീഷൻ ഉണ്ട്. ഈ മഴ ആയിട്ട് അല്പം ചെളി അടിച്ചിട്ടുണ്ടെന്ന്. ഓക്കെ ബ്രോ, ഇതിന് പേപ്പർ എത്ര നാളത്തേക്ക് ഉണ്ട്? പേപ്പർ ഇതിന് എന്തായാലും ഒരു 3-4 മാസം പേപ്പറുണ്ട്. 3 മാസത്തേക്ക് ഉണ്ട്. ടാക്സ് ഉണ്ട്. ടാക്സ് ഉണ്ടല്ലേ? ഓക്കെ. വേറെ ബോഡിയിലെ കമ്പനിയിൽ നിന്ന് ഇറങ്ങിയ പോലെ കിടക്കും. നമ്മുടെ ഇതെന്താണ് ഇങ്ങനെ? ഇത് ഫ്രൂട്ട്സ് ഓടിക്കൊണ്ടുവന്ന വണ്ടിയാണ്. റോട്ടിൽ ടാർപ്പ് അടിക്കണം. എന്തുവേണമെങ്കിൽ ഹോട്ടൽ നടത്താം, വേണമെങ്കിൽ അങ്ങനെയുള്ള റോഡ് സൈഡിലുള്ള എല്ലാ സംവിധാനം ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്തിട്ടുണ്ട്. ഷീറ്റ് അടിക്കുക അല്ലെങ്കിൽ ടാർപ്പ് അടിക്കുക, എന്തുവേണം ചെയ്യാൻ പറ്റും. ബാക്കി ബോഡിയെല്ലാം കമ്പനിയിൽ നിന്ന് ഇറങ്ങിയ പോലെ കുറച്ച് ഇതേ ഓടിച്ചുള്ളൂ. ഓക്കെ, കിലോമീറ്റർ കുറച്ച് ഓടിയിട്ടുള്ളൂ. കിലോമീറ്റർ കുറച്ചേ ഓടിച്ചുള്ളൂ. ഓക്കെ, വണ്ടിയുടെ എഞ്ചിൻ കണ്ടീഷൻ കുഴപ്പമില്ലല്ലോ? എഞ്ചിനെല്ലാം പക്കയാണ്. ഓക്കെ, വണ്ടി വേറെ വിഷയങ്ങളൊന്നും ഇല്ലല്ലോ? ഒരു വിഷയമില്ല. കണ്ടീഷൻ വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് വില വരുന്നത്? ഇത് വില ഒരു മാന്യമായ വിലയ്ക്ക് ഒരു 4 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. ഫുൾ എമൗണ്ട് ഫിനാൻസ് കിട്ടും. ഫുൾ ലോൺ കിട്ടും. ലോൺ നിങ്ങൾ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കും? ലോൺ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് ഫുൾ നല്ല ട്രാക്ക് ആണെങ്കിൽ ഫുൾ എമൗണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കേരളത്തിൽ എവിടെ വേണോ ചെയ്യാൻ പറ്റും. കുഴപ്പമൊന്നുമില്ല. അപ്പം വേറെ വിഷയമൊന്നുമില്ല, കണ്ടീഷനാണ്. ഓക്കെ, ശരി. അപ്പം വേറെ ഈ വണ്ടിയിലേ ഉള്ളൂ? ഒരു വണ്ടിയേ ഉള്ളൂ. വണ്ടിയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോ കാണാം. തീർച്ചയായും.